ഹലോ മക്കളെ, സോ നമ്മുടെ SSLC എന്ന് പറയുന്ന വലിയൊരു ട്വിസ്റ്റ് നിങ്ങൾ കഴിഞ്ഞ് ഇപ്പം നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ റിസൾട്ട്സ് ഒക്കെ വരാനായി. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം എക്സാംസ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏതൊക്കെ പേപ്പേഴ്സാണ് നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതിയത്, ഏതൊക്കെയാണ് നിങ്ങൾ വീക്ക് ആയിട്ടുള്ള പേപ്പേഴ്സ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ സബ്ജക്റ്റും പഠിക്കാൻ നമുക്കൊരു നാക്ക് കിട്ടിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ നമുക്ക് ചില സബ്ജക്ട്സ് കൂടുതൽ ഇഷ്ടമായിരിക്കും, ചിലപ്പോൾ നമ്മൾ എത്ര ട്രൈ ചെയ്തിട്ടും പറ്റാത്ത സബ്ജക്റ്റ് ഉണ്ടാവും, ചിലത് നമുക്ക് മാർക്ക് കിട്ടുന്നുണ്ടാവും പക്ഷെ അത്ര ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഉണ്ടാവും. സോ ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ഡ്രീം എന്താണോ, നിങ്ങൾക്ക് ഏത് ജോലിയിലാണ് കയറേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആംബിഷൻ ഉള്ളതിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ടൈം ആവാണ്. അതായത് 10th വരെ നമ്മൾ എല്ലാ സബ്ജക്റ്റുകളും പഠിച്ചു. ഇനിയിപ്പോൾ നിങ്ങൾ +1 പോകുന്ന സമയത്ത്, ഹയർ സെക്കൻഡറി പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഒരു പാത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചൂസ് ചെയ്യാൻ പോവാണ്. അതായത് നിങ്ങളുടെ ആംബിഷൻ എന്താണോ ആ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് കയറാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നോക്കി സൂക്ഷിച്ചും കണ്ടും എടുത്തിട്ടില്ലെങ്കിൽ ബാക്കി നമ്മളെ എന്താ പറയുക, നോക്കിയിരിക്കുന്ന നമ്മുടെ ഫ്യൂച്ചർ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ഏതാണെന്നുള്ള ഫിക്സ് ചെയ്യലാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏത് ഫീൽഡിലേക്കാണ് പോകേണ്ടത്, സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ആലോചിച്ച് തന്നെ ഡിസൈഡ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുകയെന്ന് ആലോചിച്ചിട്ട്. ഇനിയിപ്പോൾ ഇതിൽ ഏത് സബ്ജക്റ്റ് നിങ്ങൾ എടുത്താലും, ഏത് സ്ട്രീം നിങ്ങൾ എടുത്താലും ഒരൊറ്റ കാര്യം ഉറപ്പാണ്, നിങ്ങൾ ഇതുവരെ 10th വരെ പഠിച്ച ഒരു രീതി ആയിരിക്കില്ല നിങ്ങളുടെ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് ബുക്കിനും കോൺസെപ്റ്റിനും കണ്ടന്റിനും ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ കുറച്ച് ടഫായിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമുക്കൊരു പേടി വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരും. നമ്മുടെ ലൈഫിലാണെങ്കിലും പല സിറ്റുവേഷൻസ് വരുമ്പോൾ ടഫായിട്ടുള്ള സംഭവങ്ങൾ പെട്ടെന്ന് നമ്മളെ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അല്ലേ, നമ്മളൊന്ന് തകർന്നു പോകുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് നിങ്ങൾക്ക് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഈ ഒരു ഹയർ സെക്കൻഡറിനെ നിങ്ങൾ കാണേണ്ടത്. കാരണം നമുക്കറിയാം ഈ ഒരു SSLC ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും, പുതിയ പല കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. കാരണം ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ തന്നെയാണ് വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ. അപ്പൊ ഈ ഒരു +1 കയറുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും പേടിയും ടെൻഷനും ഒന്നും നിങ്ങൾക്ക് ഇല്ലാതെ തന്നെ ഫസ്റ്റ് മുതൽ തന്നെ നല്ല രീതിയിൽ കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി പഠിച്ച് മുന്നോട്ടേക്ക് പോകാനും നിങ്ങൾക്ക് +2 കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഫുൾ A+ കൂടി തന്നെ പാസ് ഔട്ട് ആവാനും നിങ്ങൾക്ക് വേണ്ട ഡിഗ്രിയും PGയും ഒക്കെ എടുത്തു പോകാൻ പറ്റുന്ന രീതിക്ക് നിങ്ങളെ ടോട്ടലായിട്ട് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ എഡ്യൂപോർട്ടിന്റെ +1 സൂപ്പർ ബാച്ച് ഉള്ളത്. അപ്പൊ ഈ ഒരു ബാച്ചിന്റെ ശരിക്കുള്ള ഫീസ് എന്ന് പറഞ്ഞാൽ 6499 ആണ്. പക്ഷെ ഇപ്പോൾ ഓഫർ പ്രൈസിലാണ് റൺ ചെയ്യുന്നത്, 5499 ആണ്. അപ്പൊ നമ്മുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസ്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാകും. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. എത്രയോ എക്സാംസ്, നമ്മളെ പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എത്ര എക്സാംസ് എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ എന്താ പറയുക കൗണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിക്കായിരിക്കും ഉണ്ടാവുക. കാരണം അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്, അത്രയും പ്രാക്ടീസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആൻഡ് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്ന രീതിക്കുള്ള ലൈവ് ക്ലാസ്സസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. അങ്ങനെ പല ഫീച്ചേഴ്സ്. പിന്നെ ഏറ്റവും പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മെന്റർ സപ്പോർട്ടാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടായി നമ്മുടെ +1 +2 നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സൂപ്പർ ബാച്ചിൽ നിങ്ങൾ എല്ലാവരും വരും. അപ്പോൾ ജോയിൻ ചെയ്യാൻ റെഡി ആണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ റെഡി എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യും.